സുധാകരൻ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നില്ല. പക്ഷേ വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരുടെ നേതാവാണ് സുധാകരൻ. സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള ആ ഒരു പാർലമെന്ററി വ്യാമോഹവുമായിട്ട് നടക്കുകയാണ്. സുധാകരനെ തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഏറ്റവും വലിയ കടുത്ത ക്രൂരതയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയത്ത് CPM-ൽ നിന്ന് മാത്രമല്ല കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിസ്മയം CPM-ൽ മാത്രമല്ല, വി ഡി സതീശൻ പറയുന്നത് പോലെ CPM-ൽ മാത്രമല്ല അരഡസൻ വിസ്മയങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനകത്തു നിന്നും കണ്ണൂരിലെ സിംഹം എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിക്കുന്ന കെ സുധാകരൻ തന്നെ പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുന്നു. സുധാകരൻ മാത്രമല്ല, കോൺഗ്രസിൽ നിന്നും ഒരു നീണ്ട നിര തന്നെ കോൺഗ്രസിന് വെളിയിലേക്ക് പോകും. CPM-ലോ BJP-യിലോ ചേക്കേറും എന്നാണ് CPM-ന്റെ സമുന്നത നേതാവായ PK ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. PK ശ്രീമതി ടീച്ചർ കോൺഗ്രസിന്റെ നയവൈകല്യത്തെക്കുറിച്ചും കോൺഗ്രസിനകത്ത് സുധാകരനെ പോലുള്ള സീനിയർ നേതാക്കൾ വരെ അസംതൃപ്തരാണ് എന്ന് പറയുമ്പോൾ ഇനി കോൺഗ്രസിനുള്ളിൽ ആർക്കാണ് നീതി കിട്ടുക? കോൺഗ്രസ് അധികാരമോഹികളുടെ കൂടാരമായി മാറിയിരിക്കുന്നു എന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. സുധാകരൻ പാർട്ടി വിട്ടുപോയതിനെ കുറിച്ചും ശ്രീമതി ടീച്ചർ തന്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. ശ്രീമതി ടീച്ചർ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സുധാകരൻ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നില്ല. പക്ഷേ വിട്ടുപോകുന്നവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അവരുടെ നേതാവാണ് സുധാകരൻ. സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള ആ ഒരു പാർലമെന്ററി വ്യാമോഹവുമായിട്ട് നടക്കുകയാണ്. സുധാകരനെ തള്ളിപ്പറയാനുള്ള ധൈര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവിടെ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള ഒരു പാർലമെന്റ് മെമ്പർ ഇങ്ങനെ വീണ്ടും മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം? അത് ഇവിടെ തന്നെ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനമെടുക്കാനുള്ള ശേഷിയില്ലാത്ത, അതിനുള്ള ഒരു ആർജവമില്ലാത്ത ഒരു KPCC പ്രസിഡന്റും ഒരു പ്രതിപക്ഷ നേതാക്കളുമാണ് കേരളത്തിലുള്ളത്. അതല്ലായിരുന്നെങ്കിൽ അതവരുടെ കഴിവുകേടാണ്. സുധാകരൻ അങ്ങനെ പാർട്ടി വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് ഒരു നിമിഷത്തെ തീരുമാനമല്ല. അപ്പൊ കഴിവുകെട്ട ഒരു നേതൃത്വമാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഈ പലായനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പിന്നെ കോൺഗ്രസ് ഇനി നേരിടാൻ പോകുന്ന അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധി, കേരളത്തിൽ അവരുടെ പതനം ഒരുപക്ഷെ മറ്റു പല സ്റ്റേറ്റുകളിലും കാണുന്നത് പോലെ ആയി പോകാനുള്ള സാധ്യതയാണ്. കാരണം ഇത് ഒരു സുധാകരനിൽ മാത്രം ഈ ഒരു മോഹം ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ നിരവധി, ഇപ്പൊ പെരുമ്പാവൂര് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം നമ്മൾ മീഡിയകളിലൊക്കെ കണ്ടു. എത്ര മണിക്കൂറുകളാണ് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യം ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് എത്തി എന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വവും അതിനൊത്ത ഒരു സംസ്ഥാന നേതൃത്വവും കഴിവുകേടിന്റെ ഒരു പര്യായം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട്, കാരണം പാർലമെന്റ് നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി. 15-ാം തീയതി പ്രഖ്യാപിച്ചതാണ്. 15-ാം തീയതി കടുത്ത് പ്രഖ്യാപിക്കും എന്നുള്ളത് കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാം. ശരി, അവർക്ക് 2-3 ദിവസം മുമ്പ് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചതുപോലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു, എല്ലാ ഘടകകക്ഷികളെയും പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങളതുപോലെ അത്രയൊന്നും കഴിവില്ലെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ അവർക്ക് പ്രഖ്യാപിക്കണ്ടേ? അതല്ലേ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിൽ ഇനിയിപ്പോൾ എത്രയാ അവർക്ക് ദിവസമുള്ളത്? ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല. ഇന്ന് കഴിഞ്ഞാൽ നാളെ ശനിയാഴ്ചയല്ലേ, മറ്റന്നാൾ ഞായറാഴ്ചയാണ്. 23-ാം തീയതി 4 മണി വരെയാണ് ഇതിനുള്ള സമയമുള്ളത്.
അപ്പൊ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് അവർക്ക് മാത്രമേ അറിയൂ. ഇത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പതനം. ഈ പതനത്തിൽ നിന്ന് BJP മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ശ്രമമാണ് ഇപ്പൊ ആരംഭിച്ചത്. അത് നിരവധി പ്രാവശ്യം, അതൊക്കെ നമുക്ക് പച്ചയായിട്ട് അറിയുന്നതാണ്. എന്താ പറയണ്ടത്, മുൻപ് തന്നെ പലവട്ടം BJPയോടുള്ള ആ ഉള്ളിലുള്ള ഒരു വലിയ മമത, BJPയോടും RSSനോടുമുള്ള മമത സുധാകരന് ഇതിനു മുൻപ് തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇനി ഇപ്പൊ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ BJP ക്ഷണിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി ഒരു സുധാകരൻ മാത്രമല്ല, വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കാണുന്നത് പോലെ, ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ കാണുന്നത് പോലെ, മുൻപ് കോൺഗ്രസായി പ്രവർത്തിച്ചിരുന്ന നിരവധി നേതാക്കന്മാർ BJPയിൽ പോയതുപോലെ കേരളത്തിലും കോൺഗ്രസിന് വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്, BJPക്ക് തുറന്നിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഇത് ഈ കേരളത്തോട്, മതനിരപേക്ഷ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ കടുത്ത ക്രൂരതയാണെന്ന് മാത്രമേ ഞാൻ പറയുന്നു.